മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ 7 പഞ്ചായത്തുകളിൽ മികച്ച ഹരിതകർമ്മസേനയായി കവിയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയെ തിരഞ്ഞെടുത്തു. ഇവരെ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ആദരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന ശുചിത്വ മാലിന്യ പദ്ധതികളോടനുബന്ധിച്ച് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കവിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ടാണ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച ഹരിതകർമ്മസേനയായി കവിയൂരിനെ തെരഞ്ഞെടുത്തത്. മികച്ച ഹരിതകർമ്മസേനയായി തിരഞ്ഞെടുത്ത കവിയൂർ പഞ്ചായത്തിനെ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ആദരിച്ചു. ഇതുകൂടാതെ ഓരോ ഹരിതകർമ്മസേന അംഗങ്ങളെയും പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK ലതാകുമാരി മുഖ്യാതിഥിയായിരുന്നു. കവിയൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്ത് നടത്തിവന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കവിയൂർ ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളും തങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യാതെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനും അവർക്ക് യൂസർ ഫീ നൽകുന്നതിലും നല്ല രീതിയിൽ സഹകരിക്കുകയുണ്ടായി. ഇതിന്റെ ഫലമായി കവിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകൾ കൂടി മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2023 ഗാന്ധി ജയന്തി ദിവസമാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ ചുമതലയിൽ വരുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പദവി നേടാത്ത ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു. ഞങ്ങളുടെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ആദ്യമായി ശുചിത്വ പദവി നേടുകയും അതിനുശേഷം ഹരിതകർമ്മസേനയെ കുറച്ചുകൂടെ സജീവമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും സാധിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ നേട്ടം കൈവരിച്ചത്. അതിന് പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്തത് ഞങ്ങളുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ അനീഷ് കുമാർ സാറാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ കൺസോർഷ്യത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഗീത ചേച്ചിയും അതുപോലെ നീതുവും അടക്കമുള്ള അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആ നല്ല പ്രവർത്തകരുടെ അക്ഷീണമായ ഒരു പരിശ്രമമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേട്ടം കൈവരിക്കാൻ പ്രധാനപ്പെട്ട ഘടകം. മാത്രമല്ല ജനങ്ങളുടെ വലിയ പിന്തുണ ഇത്തരം കാര്യങ്ങൾക്കുണ്ടായിരുന്നു. മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ജനങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. ഹരിതകർമ്മ സേനകൾ എല്ലാ മാസവും എല്ലാ വീടുകളിലും എത്തി പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുകയും അവ ഓരോ തരത്തിലുമുള്ള പ്ലാസ്റ്റിക് കവറുകളും തരംതിരിച്ച് കൃത്യമായി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. മാസം തോറും 2000 കിലോയിൽ അധികം പ്ലാസ്റ്റിക് ഹരിതകർമ്മ സേന ക്ലീൻ കേരള കമ്പനിക്ക് നിലവിൽ കൈമാറുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഹരിതമിത്രം എന്ന ആപ്ലിക്കേഷൻ മുഖേനയാണ് നടത്തുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുകൂടാതെ പഞ്ചായത്തിന്റെ സർവീസ് കവറേജ് 100%വുമാണ്. പഞ്ചായത്ത് സെക്രട്ടറി സാം കെ സലാം, അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് കുമാർ എന്നിവരുടെ സഹകരണത്തിലുമാണ് ഈ പദ്ധതി പഞ്ചായത്തിൽ പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ സാധിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാർ പറഞ്ഞു. എല്ലാവരുടെയും ഒരു കൂട്ടായ്മ, അതുപോലെ ജനപ്രതിനിധികളുടെ ഒരു സഹകരണം, അങ്ങനെ ഈ ഒരു യാഥാർത്ഥ്യത്തിൽ ആ കൂട്ടായ്മ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ അവരുടെ ഈ വെയിലും മഴയും കൊണ്ട് അവർ ഗ്രാമപഞ്ചായത്തിൻ്റെ ദൗത്യത്തെ അവരെ നെഞ്ചിലേറ്റിയത് കൊണ്ടുകൂടിയാണ് അവരുടെ പ്രവർത്തനം അക്ഷീണമായി നടന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ബ്ലോക്ക് തലത്തിൽ ഏറ്റവും നല്ല ഹരിതകർമ്മസേന ആയി ഞങ്ങളുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അവർക്ക് ഈ ഒരു അംഗീകാരം അവർക്കാണ് ഞങ്ങൾ നൽകുന്നത്. അവരുടെ പരിശ്രമത്തിന്, അവരുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് ഈ അവസരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ അംഗീകാരത്തെ ഞങ്ങൾ അതങ്ങട്ടത്തിൽ കാണുന്നു.